നമസ്കാരം. ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ 2020 പരമ്പരയിലെ അവസാന മത്സരത്തിൽ ലഭിച്ച അവസരത്തിൽ മികച്ച പ്രകടനത്തിലൂടെ തന്റെ മാറ്റ് തെളിയിച്ചാണ് 2020 ലോകകപ്പ് ടീമിൽ മലയാളി താരം സഞ്ജു സാംസൺ ഇടം ഉറപ്പിച്ചത്. ഒന്നാം നമ്പർ വിക്കറ്റ് കീപ്പറും ഓപ്പണർ സ്ഥാനവും തിരിച്ചുപിടിച്ചാണ് മലയാളി താരം ലോകകപ്പ് പോരാട്ടത്തിന് ഒരുങ്ങുന്നത്. നിരന്തരം ഫോം ഔട്ടായിട്ടും ടീമിൽ തുടർന്ന ഉപനായകൻ ഗില്ലിന് പരിക്കേറ്റ് പുറത്തായതോടെയാണ് സഞ്ജുവിന് അവസരം ലഭിച്ചത്. ഗിൽ പരമ്പരയിലാകെ നേടിയത് 32 റൺസാണെങ്കിൽ ഒറ്റ മത്സരത്തിൽ സഞ്ജു അടിച്ചെടുത്തത് 37 റൺസാണ്. ഒപ്പം അന്താരാഷ്ട്ര 2020 ക്രിക്കറ്റിൽ 1000 റൺസ് എന്ന നാഴികക്കല്ല് പിന്നിടാനും താരത്തിനായി. വിക്കറ്റിന് പിന്നാലെ സഞ്ജുവിന്റെ ചടുല നീക്കങ്ങൾക്കും അഹമ്മദാബാദ് സ്റ്റേഡിയം സാക്ഷിയായി. ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ മികച്ച റെക്കോർഡുണ്ടായിട്ടും ഗില്ലിനെ ഓപ്പണറാക്കാൻ വേണ്ടി മാത്രം സഞ്ജുവിനെ 11-ൽ നിന്ന് മാറ്റി നിർത്തുകയാണ് ടീം മാനേജ്മെന്റ് ചെയ്തത്. 1.5 മാസത്തിനപ്പുറം വരാനിരിക്കുന്ന ലോകകപ്പ് സ്ക്വാഡിൽ ഇടം നേടാൻ ഈ പരമ്പരയിലെ പ്രകടനം നിർണായകമായിരുന്നു. ഗില്ല് പുറത്തായതോടെ നിർണായക പ്രകടനം കാഴ്ചവെച്ച സഞ്ജുവിനെ ഇനിയും ബെഞ്ചിലിരുന്ന സമീപനം സ്വീകരിച്ചാൽ BCCIക്ക് കടുത്ത ആരാധകരോഷം തന്നെ നേരിടേണ്ടി വരുമായിരുന്നു. ഒരു ദശാബ്ദത്തിലേറെ നീണ്ട അന്താരാഷ്ട്ര കരിയറിൽ സഞ്ജുവിന് അവസരങ്ങൾ ലഭിച്ചത് വളരെ കുറച്ച് മത്സരങ്ങളിൽ മാത്രമാണ്. സൂര്യകുമാർ യാദവ് ക്യാപ്റ്റനായി ചുമതലയേറ്റ ശേഷമാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും സ്ഥിരതയാർന്ന പ്രകടനം. കരിയറിലെ 52 T20 മത്സരങ്ങളിൽ 27 എണ്ണവും 2024 ജൂലൈ മുതൽ സൂര്യകുമാറിന് കീഴിലാണ് സഞ്ജു കളിച്ചത്. 3 സെഞ്ചുറികൾ നേടുകയും അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ തന്റെ വഴി കണ്ടെത്തുകയും ചെയ്തിട്ടും ഗില്ലിനു വേണ്ടി സ്വന്തം സ്ഥാനം ത്യജിക്കേണ്ടി വന്നു. ഈ പരമ്പരയിലുടനീളം ഗില്ല് പരാജയപ്പെട്ടു. എന്നാൽ മുൻനിരയിൽ തന്റെ ഫോമിനൊട്ടും മങ്ങലേറ്റിട്ടില്ലെന്ന് തെളിയിക്കുന്നതാണ് സഞ്ജുവിന്റെ കഴിഞ്ഞ ദിവസത്തെ ഇന്നിംഗ്സ്. അഭിഷേകിനൊപ്പം പവർ പ്ലേയിൽ എങ്ങനെ പെർഫോം ചെയ്യണമെന്ന് സഞ്ജു കാണിച്ചു തരുന്നു. 2-ാം ഓവറിൽ ലോങ് ഓണിൽ സിക്സർ പറത്തി ഒരു കാഷ്വൽ പിക്കപ്പ് ഷോട്ട് കളിച്ചാണ് അദ്ദേഹം മുന്നേറിയത്. പിന്നാലെ മികച്ച ബൗണ്ടറികൾ ഒഴുകാൻ തുടങ്ങി. ഇതിനിടെ രാജ്യാന്തര 2020 ക്രിക്കറ്റിൽ 1000 റൺസ് എന്ന നേട്ടവും മത്സരത്തിനിടെ സ്വന്തമാക്കി. 52-ാം മത്സരത്തിന് ഇറങ്ങിയ സഞ്ജു 44 ഇന്നിംഗ്സിലാണ് 1000 റൺസ് പൂർത്തിയാക്കിയത്. 3 വീതം സെഞ്ചുറിയും അർദ്ധ സെഞ്ചുറിയുമാണ് കളിജീവിതത്തിൽ. 111 റണ്ണാണ് മികച്ച സ്കോർ. ബാറ്റിംഗ് പ്രഹരശേഷി 148, ബാറ്റിംഗ് ശരാശരി 25.51. ആകെ 2020 മത്സരങ്ങളിൽ 8000 റണ്ണും പൂർത്തിയാക്കി. 320 മത്സരങ്ങളിലാണ് നേട്ടം. 308 ഇന്നിംഗ്സുകൾ കളിച്ച വിക്കറ്റ് കീപ്പർ 6 സെഞ്ചുറിയും 51 അർദ്ധ സെഞ്ചുറിയും കുറിച്ചു. 137 ബാറ്റിംഗ് പ്രഹരശേഷി. റിസ്ക് എടുക്കുന്നതിൽ സഞ്ജു എപ്പോഴും സന്തോഷം കണ്ടെത്തുന്നു. ഹിറ്റ് ചെയ്യാൻ പറ്റുന്ന അവസരങ്ങളൊന്നും പാഴാക്കിയില്ല. വെള്ളിയാഴ്ചത്തെ ഇന്നിംഗ്സിലൂടെ സഞ്ജു സെലക്ടർമാർക്ക് വ്യക്തമായ സന്ദേശമാണ് നൽകുന്നത്. ഗില്ലിനേക്കാൾ എന്തുകൊണ്ടും തനിക്ക് യോജിച്ച റോളാണ് ഓപ്പണറുടേതെന്ന് സഞ്ജു തന്റെ പെർഫോമൻസിലൂടെ അടിവരയിടുന്നു. ലോകകപ്പിലേക്ക് കടക്കുന്നതിന് മുമ്പ് 5 2020 മത്സരങ്ങൾ മാത്രം ശേഷിക്കെ മികച്ച പ്രകടനങ്ങൾ മലയാളി താരത്തിൻ്റെതായി വരുമെന്നാണ് ആരാധകരുടെ പ്രതീക്ഷ. കഴിഞ്ഞ തവണ ലോകകപ്പ് ടീമിനുണ്ടായിട്ടും സഞ്ജുവിന് ഒറ്റ കളിയിലും അവസരം കിട്ടിയിരുന്നില്ല. ഋഷഭ് പന്തായിരുന്നു വിക്കറ്റ് കീപ്പർ. ഇത്തവണ 1-ാം വിക്കറ്റ് കീപ്പറായിട്ടാണ് തിരിച്ചുവരവ്. സൂര്യകുമാർ യാദവ് നയിക്കുന്ന ടീമിൽ അഭിഷേക് ശർമ്മയ്ക്കൊപ്പം സഞ്ജു ഓപ്പണറുമാകും. ശ്രീകാന്തിന് ശേഷം ലോകകപ്പ് കളിക്കുന്ന ആദ്യ മലയാളി എന്ന ഖ്യാതിയാണ് ഇനി സഞ്ജുവിനെ കാത്തിരിക്കുന്നത്. ശ്രീശാന്ത് 2007 2020 ലോകകപ്പ്, 2011 ഏകദിന ലോകകപ്പ് എന്നിവയുടെ ഭാഗമായിരുന്നു. 2007 2020 ലോകകപ്പ് ഫൈനലിൽ പാകിസ്ഥാനെതിരെ വിജയമൊരുക്കിയ അവസാനത്തെ ക്യാച്ച് എടുത്തത് ഈ എറണാകുളത്തുകാരനാണ്. ജോഗേന്ദ്ര ശർമ്മയുടെ പന്തിൽ മിസ്ബാ ഉൾ ഹക്കിനെയാണ് ശ്രീശാന്ത് അന്ന് പിടികൂടിയത്. അപ്പോൾ പാകിസ്ഥാന് 4 പന്തിൽ ജയിക്കാൻ 5 റണ്ണ് മതിയായിരുന്നു. 4 ഓവർ എറിഞ്ഞ് 1 വിക്കറ്റും എടുത്തു. 7 കളിയിൽ 6 വിക്കറ്റാണ് സമ്പാദ്യം. മഹേന്ദ്ര സിംഗ് ധോണി ക്യാപ്റ്റനായി 2011 ഏകദിന ലോകകപ്പ് നേടിയപ്പോഴും ശ്രീശാന്ത് ടീമിലുണ്ടായിരുന്നു. ഫൈനലിൽ 12 വിക്കറ്റില്ല. 2024 ആദ്യ 11-ൽ ഇടം നേടിയില്ലെങ്കിലും ലോകകപ്പ് നേടിയ ടീമിലെത്തിയ 3-ാമത്തെ മലയാളിയാണ് സഞ്ജു. 1983 കപിൽ ദേവിന്റെ നേതൃത്വത്തിൽ ഇന്ത്യ ലോക കിരീടം നേടുമ്പോൾ സുനിൽ വത്സൻ ടീമിലുണ്ടായിരുന്നു. ഈ മലയാളി പേസ് ബൗളർക്കും കളിക്കാൻ അവസരം കിട്ടിയില്ല. 2015 സഞ്ജുവിന്റെ അരങ്ങേറ്റം. സിംബാബ്വെക്കെതിരെ അത് കഴിഞ്ഞ് 4.5 വർഷം കഴിഞ്ഞാണ് അടുത്ത മത്സരം കിട്ടുന്നത്. ഏകദിനത്തിലും സമാനമായിരുന്നു അവസ്ഥ. 2021 ഇറങ്ങേറി. അടുത്ത അവസരം കിട്ടുന്നത് 1 വർഷം കഴിഞ്ഞ്. തുടരെയുള്ള അവഗണനകളെ മറികടന്നെത്തിയ സഞ്ജുവിന്റെ മികച്ച പ്രകടനം കാണാൻ ആരാധകർ കാത്തിരിക്കുകയാണ്.